ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ വേൾഡ് പോപ്പുലേഷൻ ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസ്സായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോപ്പുലേഷൻ ഡേയുടെ ക്വിസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്നാണ് ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് എന്നാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ ആയിരുന്നു, ജൂലൈ 11 അല്ലേ നമ്മൾ വേൾഡ് പോപ്പുലേഷൻ ഡേ ആഘോഷിക്കുന്നത്. ജൂലൈ 11 ഇനി ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്നലെ വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിരുന്നു. എന്നാണ് അപ്പോൾ ദേശീയ ജനസംഖ്യാ ദിനം? യെസ്, ഫെബ്രുവരി 9 ഫെബ്രുവരി 9 ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയത്. ചൈനയെ മറികടന്ന് 2023 ഇന്ത്യയാണ് ഒന്നാമതെത്തിയത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം, ഇന്ത്യയുടെ ഓപ്പോസിറ്റായിട്ട് വന്ന രാജ്യം ഏതാണ്? വത്തിക്കാൻ സിറ്റിയാണല്ലേ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ലോകത്തിലെ തന്നെ രാജ്യം വത്തിക്കാൻ സിറ്റിയാണല്ലേ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ. ഇനി നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് വയനാടാണല്ലേ. വയനാട്ടിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവുള്ള ജില്ലയാണ് ജനസാന്ദ്രതയാണ് ഇടുക്കിയാണ്. ഇടുക്കിയിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രത കുറവുള്ളത്. അടുത്തത്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയാണ്. നമ്മൾ നേരത്തെ കുറവ് ജനസാന്ദ്രതയുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരത്താണ്. നമ്മുടെ കേരളത്തിന് തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡൽഹിയിലാണ് അല്ലേ. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. ഇനി ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? കേന്ദ്ര ഭരണ പ്രദേശമാണ്, പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കുക, അത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് എന്ന കേന്ദ്രഭരണ പ്രദേശത്താണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളത്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വസിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വസിക്കുന്ന രാജ്യം അത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വസിക്കുന്നത് അല്ലേ. ഇനി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വസിക്കുന്ന രാജ്യം എന്താണ്? സ്ത്രീകൾ വസിക്കുന്ന രാജ്യം ഏതാണ്? അത് നേപ്പാളാണ്. നേപ്പാളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വസിക്കുന്നതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? എത്രാമത്തെ സെൻസസ് ആണ്? സ്വതന്ത്ര ഇന്ത്യയിലെ 7 മുഴുവനായിട്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ 7 മുഴുവനായിട്ടുള്ള 15ാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത്? 1951 ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ. ഇതിന് മുന്നിൽ നടന്നിട്ടുണ്ടെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തേതാണ്. ആദ്യമായുള്ള സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായിട്ടുള്ള സെൻസസ് ഏത് രാജ്യക്കാരുടേതായിരുന്നു? അത് റോമക്കാരുടേതായിരുന്നു അല്ലേ. നല്ല സമ്പൂർണ്ണമായിട്ടുള്ള സെൻസസ് റോമക്കാരുടേതായിരുന്നു ആദ്യമായിട്ട് നടന്നത്. ഓക്കെ, അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ബോണസ് ക്വസ്റ്റ്യൻ, ജനസംഖ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ.